ചാലക്കുടി നഗരസഭയിൽ പ്രതിപക്ഷ LDF പ്രതിഷേധം. ചെയർമാന്റെ ചേംബറിലേക്ക് പ്രതിപക്ഷം ഇരച്ചെത്തി സാധന സാമഗ്രികൾ തല്ലിത്തകർത്തു. പെരിങ്ങോട്ടുകരയിൽ വയോധികയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് നാടുവിട്ട പ്രതിയെ ഉത്തരാഖണ്ഡിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതക ശ്രമമടക്കം 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഷാജഹാനാണ് പിടിയിലായത്. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഊട്ടുതിരുനാൾ ജൂൺ 8 ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ. തിരുനാളിന് മുന്നോടിയായി കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷന് 21 മുതൽ 25 വരെ കുഴിക്കാട്ടുശ്ശേരി വേദിയാകും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി നഗരസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. ചെയർമാന്റെ ചേംബറിലേക്ക് പ്രതിപക്ഷം ഇരച്ചെത്തി സാധന സാമഗ്രികൾ തല്ലിത്തകർത്തു. തെരുവുനായ ആക്രമണത്തിനെതിരായാണ് LDF ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലെത്തി പ്രതിഷേധിച്ചത്. ചാലക്കുടി നഗരസഭാ ഓഫീസിനു മുന്നിൽ കാവൽ നിന്നിരുന്ന പോലീസുകാരെ അവഗണിച്ചുകൊണ്ടാണ് LDF പ്രവർത്തകർ അകത്ത് പ്രവേശിച്ച് കസേരകളും ചെടിച്ചട്ടികളും തല്ലിത്തകർത്തത്. തുടർന്ന് ചെയർമാന്റെ ചേംബറിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. വെള്ളിയാഴ്ച കുട്ടികളടക്കം 12 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. തെരുവുനായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 10 പേർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വെട്ടുകടവ് ചിറമ്മൽ വീട്ടിൽ ജോബി, മേലൂർ പള്ളിപ്പുറം വീട്ടിൽ സീന ജോസഫ്, ചാലക്കുടി പുല്ലുപറമ്പിൽ വീട്ടിൽ ലിജി ബെന്നി, വെട്ടുകടവ് കൈതവളപ്പിൽ വീട്ടിൽ ശ്രുതിൻ 26 വയസ്സ്, ചാലക്കുടി തെക്കേപ്പറമ്പിൽ വീട്ടിൽ അഭിനന്ദവ് 13 വയസ്സ്, കൂടപ്പുഴ വടക്കൻ വീട്ടിൽ ഏഞ്ചൽ ബിജോ 13 വയസ്സ്, ചാലക്കുടി മാതിരപ്പള്ളി വീട്ടിൽ ജോയൽ സോജൻ 17 വയസ്സ്, ചാലക്കുടി പെല്ലിശ്ശേരി വീട്ടിൽ ഡേവിസ് 62 വയസ്സ്, ചാലക്കുടി കാട്ടൂപ്പറമ്പിൽ വീട്ടിൽ KS നന്ദിക എന്നിവർക്കാണ് പരിക്കേറ്റത്. നഗരസഭ 17-ാം വാർഡായ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് പിൻഭാഗവും പവർ ഹൗസ് റോഡ്, ജനതാ റോഡ് എന്നിവിടങ്ങളിലാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്. ഒരു നായയാണ് എല്ലാവരെയും ആക്രമിച്ചത്. രാവിലെ മുതൽ തെരുവുനായ ആക്രമണം ഉണ്ടായെന്നും ഇത് സംബന്ധിച്ച് വാർഡ് കൗൺസിലറെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും പരാതിയുണ്ട്. ഇതേ വാർഡിൽ തന്നെയാണ് 2 ആഴ്ച മുമ്പ് 7 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റത്. ഈ തെരുവുനായയ്ക്ക് പേയുള്ളതായി പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. മാർക്കറ്റിലും പരിസരങ്ങളിലും തെരുവുനായകൾ കൂട്ടമായി തമ്പടിക്കുന്നുണ്ട്. മാർക്കറ്റിലെത്തുന്നവരിൽ പലർക്കും ആക്രമണവും ഉണ്ടാവുന്നുണ്ട്. നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന ധർണ CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ അധ്യക്ഷത വഹിച്ചു. TP ജോണി, VJ ജോജി, CS സുരേഷ്, ബിജി സദാനന്ദൻ, ജോസ് പൈനാടത്ത് എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടി നഗരസഭയിൽ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് സമരക്കാർ നടത്തിയതെന്ന് ചെയർമാൻ VO പൈലപ്പൻ പറഞ്ഞു. പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് നഗരസഭയിലെത്തുന്ന ആളുകളെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തിയത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ്. പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്ത് പൊതുമുതലൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ ഇവിടുത്തെ ജീവനക്കാരെയും ഇവിടെ വന്നിട്ടുള്ള പൊതുജനങ്ങളെയും ഭീതിപ്പെടുത്തുന്ന രീതിയിൽ, ഭയാശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ, ഇവിടുത്തെ ദൈനംദിന ഓഫീസ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള വളരെ മൃഗീയമായിട്ടുള്ള ഒരു പ്രതിഷേധ മുറയാണ് ഇന്നിപ്പോൾ ഇവിടെ കാണാനായിട്ട് ഇടവന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ച മനുഷ്യർക്ക് ആർക്കെങ്കിലും നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ സന്ദർഭത്തിൽ. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാലോ, മാസങ്ങൾക്കുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാനായിട്ട് പോവാണ്. സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ആളുകൾക്ക് സ്വയം നിയന്ത്രണം വിട്ടുപോവുക സ്വാഭാവികമാണ്. അതിൻ്റെ കൂടി ഭാഗമാവും ഇന്ന് കണ്ട ഈ പേക്കൂത്തുകൾ എന്നാണ് എൻ്റെ ഉറപ്പായിട്ടുള്ളൊരു വിശ്വാസം. എന്തായാലും ഇതൊരു മര്യാദയായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളിപ്പോൾ ഈ ഓഫീസിനകത്ത് ഞാനിരിക്കുന്ന ചെയർമാൻ്റെ ചേംബറിനകത്തേക്ക് വന്നിട്ട് പോലും വളരെ മോശമായ രീതിയിലുള്ള പ്രതിഷേധം വരെ കണ്ടു. നമ്മൾ വളരെ ഒരു പൊതുജനത്തെ പോലും ഭീതിപ്പെടുത്തുന്ന ഓഫീസിൽ വന്ന ഒരു മൃഗീയമായിട്ടുള്ള സമരമുറയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, നിയമ നടപടി സ്വീകരിക്കണം. പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ അതിൻ്റെതായ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നഗരസഭാ സെക്രട്ടറി രേഖാമൂലം ഇത് സംബന്ധിച്ചുള്ള പരാതി നമ്മൾ നൽകുന്നുണ്ട്. പെരിങ്ങോട്ടുകരയിൽ വയോധികയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് നാടുവിട്ട പ്രതിയെ ഉത്തരാഖണ്ഡിൽ നിന്ന് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കൊലപാതക ശ്രമം അടക്കം 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഷാജഹാനാണ് പിടിയിലായത്. ഉത്തരാഖണ്ഡിലെ ദാബയിൽ പഞ്ചാബി വേഷത്തിൽ ക്ലീനിംഗ് ജോലി ചെയ്യുകയായിരുന്നു പ്രതി.
പെരിങ്ങോട്ടുകര സ്വദേശിനിയായ ലീലയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് കുപ്രസിദ്ധ ഗുണ്ട കായ്ക്കുരു രാഗേഷിന്റെ സംഘാംഗവും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ചാഴൂർ സ്വദേശി ഷെജിർ എന്ന് വിളിക്കുന്ന ഷാജഹാനെ പോലീസ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ മാർച്ച് 17 പെരിങ്ങോട്ടുകര സ്വദേശിനി സൗമ്യയുടെ വീട്ടിലേക്ക് വടിവാളുമായി അതിക്രമിച്ചു കയറിയ സംഘം മകൻ ആദിത്യകൃഷ്ണനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിയിരുന്നു. തുടർന്ന് മകൻ ഇവിടെയില്ലെന്ന് പറഞ്ഞ സൗമ്യയെയും കൊല്ലുമെന്ന് പറഞ്ഞ് ഷാജഹാനും മറ്റൊരു പ്രതി പെരിങ്ങോട്ടുകര സ്വദേശി ശ്രീബിനും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ബഹളം കേട്ട് ഇവിടെയെത്തിയ സൗമ്യയുടെ ബന്ധു ലീലയുടെ ഇടത് കൈയിൽ ഇവരുടെ ആക്രമണത്തിൽ വെട്ടേറ്റു. ഷാജഹാനാണ് ലീലയെ വെട്ടിയത്. ആളുകൾ ബഹളം വെച്ചതോടെ പ്രതികളോടി രക്ഷപ്പെട്ടു. സംഭവത്തിൽ അന്തിക്കാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ ഇയാൾ സംസ്ഥാനം വിടുകയായിരുന്നു. കേരള പോലീസ് സംഘം സീതാർഗഞ്ച് പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഷാജഹാൻ വലയിലായത്. പ്രദേശത്തുള്ള ധാബയിൽ പഞ്ചാബി വേഷത്തിൽ ക്ലീനിംഗ് ജോലി ചെയ്യുകയായിരുന്നു പ്രതി. ഈ സമയം അറസ്റ്റ് ചെയ്ത പ്രതിയെ നാട്ടിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വലപ്പാട്, കയ്പമംഗലം, കാട്ടൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി കവർച്ച, വീടുകയറി ആക്രമണം, അടിപിടി എന്നിങ്ങനെയുള്ള ക്രിമിനൽ കേസുകൾ ഷാജഹാന്റെ പേരിലുണ്ട്. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഊട്ടുതിരുനാൾ ജൂൺ 8 ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാളിന് മുന്നോടിയായി കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷന് 21 മുതൽ 25 വരെ കുഴിക്കാട്ടുശ്ശേരി വേദിയാകും. ഫാദർ ഡൊമിനിക് വാളമനാൽ കൺവെൻഷന് നേതൃത്വം വഹിക്കും. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഊട്ടുതിരുനാൾ ദിനത്തിൽ നേർച്ച ഭക്ഷണം, വെഞ്ചിരിപ്പും വിതരണവും ഫാദർ ബിനോയ് പൊഴോലിപ്പറമ്പിൽ നിർവഹിക്കും. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ചരമശതാബ്ദിയുടെ ആഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ കൺവെൻഷനും തിരുനാൾ ആഘോഷവും ആത്മീയമായ നിറവ് പകരുന്ന അനുഭവമായി ഏവർക്കും ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തുടർന്ന് നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് മാർപോളി കണ്ണുകാടൻ മുഖ്യ കാർമ്മികനാകും. വൈകിട്ടോടെ പ്രദക്ഷിണം, തിരുശേഷിപ്പ്, വണക്കം എന്നിവയും നടക്കും. ഊട്ടുതിരുനാളിന് മുന്നോടിയായി കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷന് 21 മുതൽ 25 വരെ കുഴിക്കാട്ടുശ്ശേരി വേദിയാകും. മെയ് 21 മുതൽ 25 വരെ ഈ ഇരിഞ്ഞാലക്കുട രൂപതയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ ഈ തീർത്ഥകേന്ദ്രത്തിൽ കുഴിക്കാട്ടുശ്ശേരിയിൽ വെച്ചിട്ട് നടത്തുന്ന കൺവെൻഷനാണ്. ബഹുമാനപ്പെട്ട ജോളി വടക്കനച്ചൻ പറഞ്ഞതുപോലെ അനക്കര മറിയൻ തീർത്ഥാടന ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമനാൽ ഈ റിട്രീറ്റിന് നേതൃത്വം കൊടുക്കുന്നു. ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻമാർ പോളി കണ്ണുകാടൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഫാദർ ഡൊമിനിക് വാളമനാൽ കൺവെൻഷന് നേതൃത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ജോളി വടക്കൻ, മദർ ആനി കുര്യാക്കോസ്, ഫാദർ ജോൺ കവലക്കാട്, സിസ്റ്റർ എൽസി സേവ്യർ, ഫാദർ സെബാസ്റ്റ്യൻ അരിക്കാട്, സിസ്റ്റർ വിനയ, സണ്ണി പഴയാറ്റിൽ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. മീഡിയ ടൈം, മാള. മഴക്കാലത്തിന് മുൻപുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ചാലക്കുടി നഗരസഭയിൽ ആരംഭിച്ചു. പ്രധാന തോടുകളുടെ ശുചീകരണം, യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവൃത്തികളും ടൗണിലെ പ്രധാന കാനകളുടെ ശുചീകരണം താൽക്കാലിക തൊഴിലാളികളെ വെച്ചുമാണ് നടത്തുന്നത്. വിദ്യാലയങ്ങളിലെ ശുചീകരണ പ്രവൃത്തികൾ 20-ാം തീയതിക്ക് ശേഷം ആരംഭിക്കും. മഴക്കാലത്തിന് മുൻപ് തോടുകളും കാനകളും വൃത്തിയാക്കാനുള്ള 20 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ചാലക്കുടി നഗരസഭ അംഗീകാരം ലഭ്യമാക്കിയെങ്കിലും സാങ്കേതിക തടസ്സം മൂലം പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് നഗരസഭാ ചെയർമാന്റെ മുൻകൂർ അനുമതിയോടെ ആരോഗ്യ വിഭാഗം നേരിട്ട് ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. പ്രധാന തോടുകളുടെ ശുചീകരണം, യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവൃത്തികളും ടൗണിലെ പ്രധാന കാനകളുടെ ശുചീകരണം താൽക്കാലിക തൊഴിലാളികളെ വെച്ചുമാണ് നടത്തുന്നത്. മഴക്കാലത്ത് ആദ്യം വീടുകളിൽ വെള്ളം കയറുന്ന കുട്ടാടം പാടം, ആര്യങ്കാല എന്നിവിടങ്ങളിലെ തോടുകളുടെ ശുചീകരണം ഹിറ്റാച്ചി ഉപയോഗിച്ച് പൂർത്തിയായി വരുന്നു. പ്രധാന തോടായ പറയൻ തോടിന്റെ ശുചീകരണം ജങ്കാർ ഉൾപ്പെടെയുള്ള യന്ത്രസഹായത്തോടെ അടുത്ത ദിവസം ആരംഭിക്കും. വാർഡുകളിലെ പുല്ലുവെട്ടുന്ന പ്രവൃത്തികൾ കരാർ അടിസ്ഥാനത്തിൽ നടത്തുന്നതിനുള്ള നടപടികളും വിദ്യാലയങ്ങളിലെ ശുചീകരണ പ്രവൃത്തികൾ 20-ാം തീയതിക്ക് ശേഷവും ആരംഭിക്കും. മീഡിയ ടൈം, ചാലക്കുടി. മാള അഷ്ടമിച്ചിറയിൽ നിയന്ത്രണം തെറ്റിയ കാർ എതിർവശത്ത് നിർത്തിയിട്ടിരുന്ന തള്ളുവണ്ടിയിലിടിച്ച് തോട്ടിലേക്ക് മറിഞ്ഞു. 4 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കാറിടിച്ച് പാനിപ്പൂരി തള്ളുവണ്ടിയും അതിലുണ്ടായിരുന്ന പാത്രങ്ങളും പൂർണ്ണമായും തകർന്നു. അഷ്ടമിച്ചിറയിൽ നിയന്ത്രണം തെറ്റിയ കാർ എതിർവശത്ത് നിർത്തിയിട്ടിരുന്ന തള്ളുവണ്ടിയിലിടിച്ച് തോട്ടിലേക്ക് മറിഞ്ഞു. ഇന്ന് വെളുപ്പിന് 2 മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത്.
കൊമ്പിടി ഭാഗത്തു നിന്നും വന്ന കാർ നിയന്ത്രണം തെറ്റി എതിർവശത്ത് ഒതുക്കിയിട്ടിരുന്ന പാനിപ്പൂരി വിൽപ്പന നടത്തുന്ന തള്ളുവണ്ടിയിൽ ഇടിക്കുകയും ശേഷം തോട്ടിലേക്ക് മറിയുകയുമായിരുന്നു. ആഷിഖ്, സൂരജ്, ജോൺ പോൾ, ഹിലാൽ എന്നിവരാണ് കാറിൽ ഉണ്ടായിരുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കാറിടിച്ച് പാനിപ്പൂരി തള്ളുവണ്ടിയും അതിലുണ്ടായിരുന്ന പാത്രങ്ങളും പൂർണ്ണമായും തകർന്നുവെന്നും 25,000 രൂപയോളം തനിക്ക് നഷ്ടമുണ്ടായതായി ചൂണ്ടിക്കാണിച്ച് രാജസ്ഥാൻ സ്വദേശിയായ ശംഭുലാൽ മാള പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. मैं सुबह गया तो उधर एक्सीडेंट हो गया, उसकी गाड़ी पूरा तोड़ दिया, उसमें बहुत नुकसान हो गया मेरा. मैं पुलिस स्टेशन में एक कंप्लेंट दिया है जिसमें मैं 20-25 हज़ार रुपये की डिमांड करता हूँ. इसके अलावा मेरा कोई बिजनेस नहीं है, मेरा फैमिली इधर ही है पूरा. തന്റെ ഉപജീവന മാർഗമാണ് തള്ളുവണ്ടിയെന്നും രാവിലെ സ്ഥലത്തെത്തിയപ്പോഴാണ് വണ്ടി തകർന്നത് അറിഞ്ഞതെന്നും ശംഭുലാൽ പറഞ്ഞു. മീഡിയ ടൈം മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. നെഹ്റു യുവകേന്ദ്ര സംഘത്തിന്റെ പേര് മാറ്റി ജവഹർലാൽ നെഹ്റുവിനെ അപമാനിച്ച BJPയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് KK രവി നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയുടെ ചരിത്രം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ചരിത്രം എഴുതാൻ കഴിയില്ല. ഇന്ത്യ ചരിത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാരവാഹികളും നേതാക്കളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ ചരിത്രം. ആ ചരിത്രത്തെ മറച്ചുവെച്ച് നരേന്ദ്രമോദിയെ ചരിത്ര പുരുഷനായി കാണിക്കാൻ പോകുന്ന BJPയുടെ തെറ്റായ നയങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി സമരം നടത്തും. സോയ് കോലഞ്ചേരി, AC ജോയ്, ഹക്കീം ഇക്ബാൽ, അമൻ അൻസാർ, കാഞ്ഞൂത്തറ, സന്തോഷ് ആത്തപ്പള്ളി, ഷാജു മണവാളൻ, ബൈജു കണ്ടപ്പശ്ശേരി എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര മ്യൂസിയ ദിനാഘോഷത്തിന് മാളയിൽ തുടക്കം. 2 ദിവസങ്ങളിലായി നടക്കുന്ന ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം VR സുനിൽകുമാർ MLA നിർവഹിച്ചു. നമ്മുടെ പുതിയ തലമുറകളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കാൻ ആയിട്ടുള്ള കോളേജ് വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ടൂറിസത്തിലും അതുപോലെ തന്നെ ഹിസ്റ്ററിയും പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാള ഒരു ടൂറിസം അതുപോലെ തന്നെ പൈതൃക സാധ്യതകൾ ഉള്ള ഒന്നാണ്. അതിനെല്ലാം തന്നെ ലോകത്തെ അറിയിക്കുക എന്നുള്ളതും നമ്മുടെ വിദ്യാർത്ഥികൾക്കും പ്രാദേശികമായിട്ടുള്ള ആളുകൾക്കുമെല്ലാം എത്തിപ്പെടുവാനും ടൂറിസം സാധ്യതയോടൊപ്പം തന്നെ പഠന സാധ്യതകളിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. ചരിത്രമെന്ന് പറയുന്നത് അറിയാനുള്ള ഒന്ന് തന്നെ, തൊട്ടറിയേണ്ട ഒരു വിഷയം കൂടിയാണ് ചരിത്രം എന്ന് പറയുന്നത്. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ യദു കൃഷ്ണൻ, PD ജോസ്, TK സന്തോഷ് എന്നിവർ സംസാരിച്ചു. കേരള വിനോദസഞ്ചാര വകുപ്പ് മുസിരീസ് പൈതൃക പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ മാള ജൂത സിനഗോഗിലാണ് അന്താരാഷ്ട്ര മ്യൂസിയ ദിനാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി കരകൗശല ചിത്ര പ്രദർശനം, വിപണനം, ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനം, വിവിധ വിഷയങ്ങളിൽ സെമിനാർ എന്നിവയും ഉണ്ടാകും. കളമശ്ശേരിയിൽ ഇടിമിന്നലേറ്റ് വീട്ടമ്മ മരിച്ചു. കരിപ്പാശ്ശേരി മുകളിൽ വെളുത്തേടത്ത് വീട്ടിൽ ലൈല ആണ് മരിച്ചത്. ഭർത്താവ് അബ്ബാസുമൊത്ത് കല്യാണത്തിന് പോയി തിരിച്ചു വീട്ടിലേക്ക് കടക്കുന്നതിനിടെ 10:30ഓടെയുണ്ടായ ഇടിമിന്നലാണ് ലൈല മരിച്ചത്. ഇടിമിന്നലിൽ പരിക്കേറ്റ അബ്ബാസ് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാളക്കടവിലെ മത്സ്യ മാർക്കറ്റിൽ നിന്ന് വിൽപ്പനക്കാരെ പഞ്ചായത്ത് ഒഴിപ്പിച്ചതിലും ലേലം ചെയ്ത് നൽകാത്തതിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. മാളക്കടവിലെ വില്ലേജ് ഹട്ട് കെട്ടിടത്തിലുള്ളവരെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സോയ് കോലഞ്ചേരി, TK ജിനേഷ്, ജോഷി കാഞ്ഞുത്തറ, ജോയ് മണ്ഡകത്ത് എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളികളും പ്രകടനത്തിൽ പങ്കെടുത്തു. കേരള പ്രവാസി സംഘം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രവാസി സൊസൈറ്റി പ്രസിഡന്റ് CK വിശ്വനാഥൻ അനുസ്മരണവും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു. അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണം പ്രവാസി സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി TS ശ്രീരാജ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ സാംസ്കാരിക സംഘടന താജുദ്ദീൻ. അപ്പൊ ഈ ഒരു പ്രവർത്തനങ്ങൾ ഈ ഒരു പ്രവാസത്തിന്റെ അപ്പൊ സാംസ്കാരിക രംഗത്തായാലും ശരി, പാർട്ടി രംഗത്തായാലും ശരി,
പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടുത്തെ ഏരിയ നേതൃത്വത്തിനും അത് നേതൃത്വം കൊടുക്കുന്ന താല്പര്യത്തിനും ഹക്കിനും മറ്റുള്ള കൈയിട്ട് ഇവിടുത്തെ പൊതുപ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ സെക്രട്ടറി ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അദ്ദേഹത്തിന്റെ സത്യം വയ്ക്കുകയാണ്. ഇവിടുത്തെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ പൊതുപ്രസ്ഥാനവും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ്. പ്രവാസി സംഘം ഏരിയ വൈസ് പ്രസിഡന്റ് കെ അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. ബഷീർ തെക്കത്ത്, ടി കെ സന്തോഷ്, അഡ്വക്കേറ്റ് എം കെ ഹക്ക്, പി എസ് താജുദ്ദീൻ, ടി കെ മുരളി തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ മെമ്പർഷിപ്പ് ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് KUTA തൃശൂർ ജില്ലാ പ്രസിഡന്റ് AK സീനത്തിന് നൽകി നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PP ഇസ്മായിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് C അബ്ദുൾ റസാഖ്, സംസ്ഥാന സെക്രട്ടറി KJ ജിജി, ജില്ലാ ട്രഷറർ AG ഗാർഡിന, ML ദിൽഷാദ്, E ബിബിൻസി എന്നിവർ സംസാരിച്ചു. K അബ്ദുൾ അസീസ്, തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് BM രജനി, NM അമീർ, TK ഷാഹില എന്നിവർ സന്നിഹിതരായിരുന്നു. യൂണിറ്റ് മൂവ്മെന്റ് ക്ലബ് കൂടപ്പുഴയുടെ നേതൃത്വത്തിൽ 50 സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തേക്കുള്ള പഠന സഹായവും പഠനോപകരണ വിതരണവും യൂണിറ്റ് ക്ലബ്ബ് പ്രസിഡന്റ് റെയ്സൺ ആലുക്കയുടെ അധ്യക്ഷതയിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ മുഖ്യ അതിഥിയായി പങ്കെടുത്ത യോഗത്തിൽ കൂടപ്പുഴ ഇടവക വികാരി ഫാദർ ജോസ് ബെദമറ്റിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പഠന സഹായ വിതരണം ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ നിർവഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ കളിസ്ഥലത്തിനായി തന്റെ കൈവശമുള്ള 2.25 ഏക്കർ സ്ഥലം വിട്ടു നൽകണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം CJ പോൾസൺ പ്രിയദർശിനി ഹാളിൽ നടന്ന ബാലസൗഹൃദ കയ്പമംഗലം പഞ്ചായത്ത് പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടന പരിപാടിയിലാണ് CJ പോൾസൺ പ്രഖ്യാപനം നടത്തിയത്. കയ്പമംഗലം പള്ളിനട കിഴക്കുഭാഗത്തുള്ള ഭൂമിയാണ് കളിസ്ഥലത്തിനായി വിട്ടു നൽകുകയെന്നും പോൾസൺ പറഞ്ഞു. ET ടൈസൺ MLA, ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി എന്നിവർ CJ പോൾസനെ അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി നഗരസഭയിൽ പ്രതിപക്ഷ LDF പ്രതിഷേധം. ചെയർമാന്റെ ചേംബറിലേക്ക് പ്രതിപക്ഷം ഇരച്ചെത്തി സാധന സാമഗ്രികൾ തല്ലിത്തകർത്തു. പെരിങ്ങോട്ടുകരയിൽ വയോധികയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് നാടുവിട്ട പ്രതിയെ ഉത്തരാഖണ്ഡിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതക ശ്രമമടക്കം 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഷാജഹാനാണ് പിടിയിലായത്. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഊട്ടുതിരുനാൾ ജൂൺ 8 ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ. തിരുനാളിന് മുന്നോടിയായി കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷന് 21 മുതൽ 25 വരെ കുഴിക്കാട്ടുശ്ശേരി വേദിയാകും. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.